ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കിഡ്സിൻ്റെ ഒരു പർദ്ദയാണ് തയ്ക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 58 ഇഞ്ച് വെടുത്ത് വരുന്ന ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ രണ്ടായി മടക്കുക. ശേഷം വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്തിടുക. അപ്പോൾ നമുക്ക് 4 ഫോൾഡിൽ ക്ലോത്ത് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ അളവുകൾ രേഖപ്പെടുത്താം. നെക്കിൻ്റെ വെടുത്ത് ഞാനിവിടെ 2.25 ഇഞ്ച്, ഷോൾഡർ 4.5 ഇഞ്ച്, ആം ഹോൾ പർദ്ദക്ക് ആയതുകൊണ്ട് അത്യാവശ്യം ലൂസിലാവാൻ വേണ്ടി ഞാൻ 7 ഇഞ്ച് വരെ എടുത്തിട്ടുണ്ട്. ചെസ്റ്റ് 9.5 ഇഞ്ച് തയ്യൽത്തുമ്പോട് കൂടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഷേപ്പ് ഒരു 12 ഇഞ്ച് ലെങ്ത്തിൽ കൊടുക്കാം. അവിടെ വിടുത്ത് ഒരു 9.25 കൊടുത്തിട്ടുണ്ട്. ഈ പോയിൻറ്റുകൾ നമുക്ക് യോജിപ്പിച്ച് മാർക്കുകളിലൊക്കെ അടയാളപ്പെടുത്തിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ഫുൾ ലെങ്ത്ത് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള അരയിഞ്ചും താഴെ മടക്കിയെടുക്കാനുള്ള 1 ഇഞ്ചും കൂടിയിട്ട് ഞാനിവിടെ 40.5 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ലെങ്ത്തിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അതിന് ശേഷം നമ്മുടെ ഷേപ്പ് വരച്ചവിടെ നിന്ന് ടാപ്പ് വെച്ച് നമ്മുടെ ഫുൾ ലെങ്ത്ത് എത്രയാണോ നമ്മൾ മാർക്ക് ചെയ്ത് ആ ലാസ്റ്റ് എൻഡ് പോയിൻറ്റിലേക്ക് ഇതേപോലെ ഒന്ന് ക്രോസായിട്ട് വരയ്ക്കുക. ഇവിടെ ഞാൻ ബോട്ടം വീതി, അതായത് താഴത്തെ വീതിയായിട്ട് 14.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ ലെങ്ത്തായിട്ട് നമുക്കൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്താം. അവിടെ നിന്ന് നമ്മൾ ഒരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഇഞ്ച് വരെ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ തല കയറാൻ പറ്റൂ. ബാക്കിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കൂടി കട്ട് ചെയ്ത് എടുക്കാം. ഇങ്ങനെ മുഴുവനായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ബോഡി പാർട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ബോഡി പാർട്ടുകൾ ഒരുമിച്ച് വെച്ചുകൊണ്ട് നെക്ക് കട്ട് ചെയ്യരുത്. നമ്മളിവിടെ ഫ്രണ്ട് നെക്ക് മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് നമുക്ക് ബാക്ക് ബോഡി പാർട്ട് മാറ്റി വെച്ചുകൊണ്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ 2 ഇഞ്ചിൽ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ ഓപ്പൺ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് ബാക്കിയുള്ള ക്ലോത്ത് ഇതേപോലെ 4ആയി മടക്കിക്കൊണ്ട് സ്ലീവിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിനുള്ള ക്ലോത്തിൻ്റെ വിടുത്ത് ആം ഹോൾ പ്ലസ് 2 ഇഞ്ച് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്ത് ഇടാൻ. അതിനുശേഷം നമുക്ക് ഫുൾ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട് ഞാനിവിടെ 18 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി എടുത്തിരിക്കുകയാണ്. താഴെ മടക്കിയെടുക്കാനുള്ള തയ്യൽ തുമ്പും ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പോട് കൂടിയാണ് 18 എടുത്തത്. അതിനുശേഷം ആം ഹോൾ 7+2 ഇഞ്ച് മാർക്ക് ചെയ്തു. ബാക്കി നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ എല്ലാ മാർക്കിങ്ങുകളും ചെയ്തെടുക്കുക. സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ സ്ലീവിൻ്റെ എൻഡിൽ 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുക്കുന്നത്. അങ്ങനെ സ്ലീവിൻ്റെ എല്ലാ മെഷർമെൻറ്റും അടയാളപ്പെടുത്തി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് വീതിയിലുള്ള ഒരു ക്ലോത്ത് ലെങ്ത്തിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്ലോത്ത് ഇതേപോലെ രണ്ടായി മടക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ മാർക്കിംഗ് ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. ആ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ഈ ഒരു രീതിയിൽ നമുക്ക് നെക്കിൻ്റെ പീസ് വരച്ചെടുക്കാം. ഈ രീതിയിലാണ് നമ്മൾ നെക്കിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഷേപ്പിലാണ് ഫുൾ സർക്കിളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നെക്കിൻ്റെ പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ എൻഡിൽ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടി ഫ്രണ്ട് നെക്കിന് നല്ല വശത്തേക്കായി നമ്മുടെ ഈ നെക്കിൻ്റെ പീസിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എളുപ്പത്തിന് വേണ്ടി ഞാൻ തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നെക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി വി ഷേപ്പിലൊന്ന് കുത്തി നിർത്തിയിട്ട് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ ചുറ്റിലും കട്ട്സ് ഇടുക. വി നെക്കിൻ്റെ അവിടെ എൻഡിൽ കട്ട്സ് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എൻഡ് ഭാഗം നല്ല രീതിയിൽ നിൽക്കുകയുള്ളൂ. ഈ ഒരു എൻഡ് എന്തെങ്കിലും കൂർത്ത സാധനം വെച്ചിട്ടൊന്ന് പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം നല്ല വശത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് മുഴുവനായിട്ട് കൊടുക്കുക.
ഇനി നമുക്ക് ഇതേപോലെ ഷോൾഡറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇപ്പുറത്തതും അതേപോലെ വരച്ചിട്ട് നമുക്ക് ഇവിടെയായിട്ട് ഒരു ലൈസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ലൈസ് സ്റ്റിച്ച് ചെയ്ത് വരാം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വിട്ടിട്ടാണ് ലൈസ് വെച്ചിരിക്കുന്നത്. കാരണം ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ കുറച്ച് ഭാഗം പോകുന്നത് കൊണ്ട് കുറച്ച് താഴ്ത്തിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതേപോലെ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ വരിക. ഇപ്പുറത്തെ സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ ലൈസ് സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഫ്രണ്ടിൻ്റെ നല്ല വശത്തേക്ക് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ഒരുമിച്ച് വെക്കുക. ഇതേപോലെ ഞാൻ റിവേഴ്സ് ചെയ്തിടുകയാണ്. അതിന് ശേഷം നമുക്ക് രണ്ട് ആം ഹോളും ഒരുമിച്ച് വരുന്ന വിധത്തിലായിരിക്കണം എൻഡ് ഭാഗങ്ങൾ വെക്കേണ്ടത്. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ബാക്ക് ഫിനിഷ് ചെയ്യേണ്ട പീസ് കൂടി ഇതേപോലെ ഒന്ന് അറേഞ്ചിൽ മടക്കിയിട്ട് എൻഡിൽ ഇതേപോലെ വെക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതേപോലെ ഇപ്പുറവും അറേഞ്ച് പുറത്തേക്ക് വരുന്ന വിധത്തിൽ എക്സ്ട്രാ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം. സ്റ്റിച്ച് ചെയ്ത് ഇവിടെ എത്തുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതേപോലെ ബാക്ക് പീസ് അറേഞ്ചിലൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. അതേപോലെ ഇപ്പുറത്തെ എൻഡിലെത്തുമ്പോൾ വീണ്ടും ഒരു അറേഞ്ച് എക്സ്ട്രാ വരുന്ന വിധത്തിൽ വെച്ചിട്ട് ബാക്കി ക്ലോത്ത് മുറിച്ച് കളയുക. അതിനുശേഷം അതിന് മുകളിലേക്ക് കൂടി ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇവിടെ മാത്രമാണ് കുറച്ച് ശ്രദ്ധിക്കാനുള്ളത്. ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പീസ് ഇതേപോലെയാണ് ഉണ്ടാവുക. ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുക. അതിനായി ഇതേപോലെ ഒന്ന് മടക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. ആ പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഈ കാണുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുക. ഈ രീതിയിലാകുമ്പോൾ നല്ല വൃത്തിക്ക് നിങ്ങൾക്ക് ബാക്ക് നെക്ക് ഫിനിഷായി കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ സ്ലീവിന് താഴെയായി 6 ഇഞ്ചൊന്ന് താഴ്ന്ന് മുകളിലോട്ടേക്ക് മാർക്ക് ചെയ്യുക. അതൊന്ന് സ്ട്രെയിറ്റ് ലൈനായി വരച്ചുകൊണ്ട് നമുക്കിവിടെ ലൈസ് സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ മറ്റേ സ്ലീവിലും ഇതേ മാർക്കിങ് ചെയ്തുകൊണ്ട് നമുക്ക് ലൈസ് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ സ്ലീവിൽ ലൈസ് സ്റ്റിച്ച് ചെയ്തു. ബോഡി പാർട്ടുമായി സ്ലീവ് അറ്റാച്ച് ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യാം. അതിന് മുമ്പായി നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് എലാസ്റ്റിക് വെക്കാനും കൂടിയുണ്ട്. അതും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴെയായിട്ട് ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ മറ്റേ സ്ലീവിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. സ്ലീവിൻ്റെ എൻഡിൽ 1/2 ഇഞ്ചിൽ അടിച്ചതിന് ശേഷം എത്രയാണോ നിങ്ങളുടെ എലാസ്റ്റിക് അത് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും എത്ര ഇതിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതെന്ന്. ഇവിടെ എനിക്ക് 1.25 ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. എലാസ്റ്റിക് മാറ്റിയതിന് ശേഷം എലാസ്റ്റിക് ഇടേണ്ട ഗ്യാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ആ വീതി 1.25 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ എലാസ്റ്റിക് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. ഇനി എലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഡൗട്ടുള്ളവർക്ക് നമ്മുടെ കൈൻ്റെ എൻഡിൽ എലാസ്റ്റിക് ഒന്ന് ലൂസായി പിടിച്ച് നോക്കുക. അതിന് ശേഷം ആ വീതിയിലൊന്ന് കട്ട് ചെയ്താൽ മതിയാകും. തയ്യൽ തുമ്പോഴും അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യാം. എൻഡിലെത്തുമ്പോൾ അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം മറുവശവും ഇതേപോലെ എൻഡിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് പോലെ ഇലാസ്റ്റിക് ഒന്ന് വലിച്ചു പിടിച്ചുകൊണ്ട് ഇലാസ്റ്റിക്കിൻ്റെ മുകളിലായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് തിരിഞ്ഞ് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. അടുത്തതായി നമുക്ക് സൈഡുകൾ ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് താഴെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. മുഴുവനായി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഇതേപോലെ ഒരു സ്റ്റിച്ച് കൂടി കൊടുത്ത് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം.